യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ലോകമെങ്ങും ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിലും മലയാറ്റൂർ ഉൾപ്പെടെയുള്ള വിവിധ കുരിശുമലകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ, ദുഃഖവെള്ളി ദിനാചരണത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കി കുരിശിന്റെ വഴി ആചരിക്കുകയാണ്. തിരുവനന്തപുരം പാളയം പള്ളിയിലാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര സഭകളുടെ സംയുക്ത കുരിശിന്റെ വഴി അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിൽ ആമുഖ സന്ദേശം അല്പസമയം മുൻപാണ് നൽകിയത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാ വർഷവും തുടരുന്ന ഒരു പ്രാർത്ഥനാ ചടങ്ങാണിത്. ഇന്നലെ പെസഹ അത് ആചരിച്ചിരുന്നു. പ്രത്യേകിച്ച് കാൽകഴുകൽ ശുശ്രൂഷ അടക്കമുള്ള കാര്യങ്ങൾ ദേവാലയങ്ങളിൽ രാത്രി ഏറെ വൈകിയും തുടർന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ, അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ ഒരു രാത്രി കടന്നു. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം, യേശുക്രിസ്തു ഈ കുരിശു ചുമന്ന യേശുക്രിസ്തു ലോകത്തിനൊന്നാകെ വേണ്ടി നടന്ന ആ വഴികൾ, ആ ത്യാഗസ്മരണകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഓർമ്മ പുതുക്കിയാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് സംയുക്ത കുരിശിന്റെ വഴി അത് ആരംഭിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ചടങ്ങുകൾ ആരംഭിക്കും. നമുക്കറിയാം, ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഫാദർ തോമസ് തെരറ്റ് ഉൾപ്പെടെയുള്ള വൈദികർ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ശശി തരൂരിനെ ഉൾപ്പെടെ കാണാൻ സാധിക്കും. ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. മാത്രമല്ല, LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 സഭകൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥനാ ചടങ്ങ് കൂടിയായി അത് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പന്ന്യൻ രവീന്ദ്രൻ, അതേപോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ രണ്ടുപേരെയും കാണാൻ സാധിക്കും. പന്ന്യൻ രവീന്ദ്രൻ, ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിന് മുൻപിൽ അവർ ഇരുവരും ഒരുമിച്ച് കണ്ട് സംസാരിക്കുകയാണ്. കാരണം അതൊരു സ്നേഹത്തിന്റെ വഴിയായി കൂടി മാറും. അല്പസമയം മുൻപ് മാർ തോമസ് തറയിൽ പിതാവ് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം കുരിശ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് യേശുക്രിസ്തു മാത്രമായി അനുഭവിച്ച ഒരു ത്യാഗസ്മരണയല്ല, മറിച്ച് ലോകത്ത് ഭയമില്ലാതെ, പീഡനമില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം, ഒരു രാജ്യത്തെ അദ്ദേഹം ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്, ഒരു രാജ്യത്തെ ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമാണ് എന്ന് സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർ തോമസ് തറയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ അവർ ഒരുമിക്കുന്നു, മാത്രമല്ല അവർ ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുമെന്നുള്ളതൊക്കെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഈ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇത് ആചരിക്കുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ സംയുക്ത കുരിശിന്റെ വഴി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അത് മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അതിനകത്ത് 14 പിന്നിട്ടുണ്ട്. കുരിശുയാത്രയുടെ വളരെ ദിവ്യമായിട്ടുള്ള ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് തിരികെ വീട്ടിലെത്തും. ശേഷം ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരുവനന്തപുരത്തെ പല ദേവാലയങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കുരിശിന്റെ വഴിയാണ്. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അത് 3 സഭകൾ ചേർന്നുള്ള സംയുക്ത പ്രാർത്ഥനാ ചടങ്ങായി അത് മാറുകയും ചെയ്യും. വലിയ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥികൾക്ക് വിശ്വാസികളെ അടക്കം ഒരുമിച്ച്, ഇത്ര വിശ്വാസികളെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനാ ചടങ്ങ് കൂടിയാണിത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മണിപ്പൂരിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ശശി തരൂർ കൃത്യമായ നിലപാട് അതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിലെ മാറ്റമടക്കമുള്ള കാര്യങ്ങൾ അതും നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കൂടി സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഒരു ദുഃഖവള്ളി നമ്മളെ കടന്നു പോകുന്നത്. പലതരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തോമസ് ഉൾപ്പെടെയുള്ള പിതാവ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അത് ഈ ക്രൈസ്തവ സഭകൾ രാജ്യത്ത് ചില പീഡാനുഭവങ്ങളെ കുറിച്ച് കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ വിവരങ്ങൾ നൽകിയത്. ലോകമെങ്ങും ഇന്ന് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. പാളയം സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നടന്ന ദുഃഖവെള്ളി ആചരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്കാണ് ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകിയത്.